ആ പാട്ട് പാടി ഞെട്ടിച്ച ആളും അവരുടെ ഫാമിലി ആയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇത് ആരാ പഠിപ്പിച്ചത്? അച്ഛൻ. ആക്ച്വലി ഇവന്റെ പാട്ട് പഠിത്തം തന്നെ ഇങ്ങനെയാ. ഏട്ടനൊരു പാട്ട് പാടാനായിട്ട് പ്രാക്ടീസ് ഇങ്ങനെ കണ്ടിന്യൂസ് 4-5 പ്രാവശ്യം പാടുമ്പോ അത് കേട്ടാണ് ഇവൻ ആക്ച്വലി പഠിക്കാൻ തുടങ്ങിയത്. സ്കൂളിലൊക്കെ ടീച്ചർ പഠിപ്പിച്ചു തരുന്ന പോയമൊക്കെ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും അല്ലേ? പെട്ടെന്ന് സത്യം പറയാൻ നിങ്ങൾക്ക് ആരാ ശരിക്കും പറഞ്ഞ ഇതെല്ലാവരും പല പല കഴിവുകളാണല്ലോ എല്ലാവർക്കും. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ ഈ അടുത്തൊരു റീല് കണ്ടപ്പോൾ റീല് നോക്കിയപ്പോൾ ഒരു പാട്ട് കണ്ട് ഞാനങ്ങ് അതിലങ്ങ് ലയിച്ചു പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ ഇങ്ങനെ റീല് നോക്കിയപ്പോൾ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ആ പാട്ടിൽ ലയിച്ചു പോയിട്ടുണ്ട്. ആ പാട്ട് പാടി ഞെട്ടിച്ച ആളും അവരുടെ ഫാമിലി ആയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. പിടിച്ചുകൊണ്ട് വന്ന കേട്ടാ നമ്മുടെ സ്വന്തം വിശ്വദേവ്, ശരത് ബ്രോ, അതുപോലെ തന്നെ ആര്യ. വെൽക്കം ടു അവർ ഷോ. വിശ്വദേവ്, നമുക്കൊരു പണി ചെയ്യാം. ഞാൻ ഞെട്ടി ആ പാട്ടില്ല നമ്മുടെ അതിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങിയാലോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. എന്റെ ദൈവമേ, ഞെട്ടിച്ചളഞ്ഞു. ഇത് ആരാ പഠിപ്പിച്ചത്? അച്ഛൻ. അച്ഛനാണ് പഠിപ്പിച്ചത്. ഇത്രയും നന്നായിട്ട് പാട്ട് പാടിയിട്ട് ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടോ? കുറച്ച് ഫാൻസ് ഒക്കെ ഉണ്ട്. അവരൊക്കെ എന്താ പറഞ്ഞത്? സ്കൂളിലൊക്കെ ചെല്ലുമ്പോ എങ്ങനെയാ പറയുന്നവരൊക്കെ? പാട്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ അടുത്തേക്ക് വരാറുണ്ടോ? പാടിപ്പിക്കാറുണ്ടോ? ഏറ്റവും കൂടുതൽ പാടിപ്പിക്കുന്നത് ആരാ? ടീച്ചറാണോ? ടീച്ചർ പഠിപ്പിക്കാറുണ്ട് എപ്പോഴും? പാട്ട് ടീച്ചർ എപ്പോഴും പഠിപ്പിക്കും. ആഹാ, എങ്ങനെ പഠിപ്പിക്കേണ്ടതാണ്? ഇത്രയും നല്ല സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആരായാലും പഠിപ്പിച്ചു. ഞാനാണെങ്കിൽ ഡെയിലി പഠിപ്പിച്ചേനെ. പാട്ട് പാടാനൊക്കെ ഇഷ്ടമാണോ? ഈ പാട്ടൊക്കെ വരുന്നത് എവിടെ നിന്നാന്ന് അറിയാമോ? ഇതിന്റെ തുടക്കം വഴികാട്ടിയായിട്ട് ഒരാളുണ്ട്, സ്വന്തം അച്ഛൻ. എന്തായാലും ശരത് ബ്രോ, നമസ്കാരം. ഞാൻ ഇദ്ദേഹത്തിന്റെ പാട്ട് കേട്ടിട്ട് ഞാൻ ആ റീല് നോക്കിയിട്ട് അതിൽ കൂടെ ഒന്ന് തപ്പിപ്പോയപ്പോ നിങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു. ഭയങ്കര രസമായിട്ട്. ഈ പാട്ട് എപ്പോ മുതലാ പഠിക്കാൻ തുടങ്ങിയത്? എനിക്ക് 2 അനിയന്മാരുടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചോണ്ടിരുന്നത്. ചെറുപ്പത്തിലോട്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പഠിച്ചു പോയിട്ടില്ല. വീക്കില് സാറ് ഇങ്ങനെ വന്ന് പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ കുറച്ച് പ്രായമായി കഴിഞ്ഞപ്പോ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോ പാട്ട് പതുക്കെ വിട്ടു. എന്നാലും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യാറുണ്ട്. അങ്ങനെ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പാട്ട് ഇങ്ങനെ പാടിയിടാറുണ്ട്. ഇഷ്ടമുണ്ട് ഇങ്ങനെ പാടിയിടാറുണ്ട്. ഞാനും ഈ പറഞ്ഞ ചെറുതായിട്ട് ഇവരുടെ പോലെ സംഗതികളൊന്നും വന്നില്ലെങ്കിലും കുറേശ്ശെ അതെ പാടും. എന്തായാലും പഠിപ്പിക്കണം. അമ്മേനെ എന്തായാലും പഠിപ്പിക്കണം, ഉറപ്പായിട്ടും പഠിപ്പിക്കും കേട്ടാ. എല്ലാരും പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെ ഇപ്പൊ വിഷ്ണു എത്ര വർഷം പഠിച്ചു പാട്ട്? ഞാന് കീർത്തനം വരെയൊക്കെ എത്തിയിരുന്നു. ഒരു 6 വർഷം 7 വർഷമൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ജസ്റ്റ് ഒരു പാട്ടൊന്നും പാടാമോ? ഞാൻ ഒരു പാട്ട് റിക്വസ്റ്റ് ചെയ്യട്ടെ. പ്രബന്ധവനം പാടാമോ? പ്രബന്ധവനം പാടാം. ഓക്കെ.
പഠിക്കും. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാനം പോലെ ശുഭസായാനം പോലെ തെളിദീപം കരിനിഴലിൻ കൈക്കുമ്പിൽ നിറയുമ്പോൾ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. അടിപൊളി അടിപൊളി സൂപ്പർ. എനിക്കൊരു വിഷമം കൈയടിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഇതിന് വലിയ പ്രോഗ്രാം നടന്നെങ്കിൽ എല്ലാരും കൈയടിച്ചാണ്. ആക്ച്വലി ഇവന്റെ പാട്ട് പഠിത്തം തന്നെ എങ്ങനെയാ, ഏട്ടനൊരു പാട്ട് പാടാനായിട്ട് പ്രാക്ടീസ് ഇങ്ങനെ കണ്ടിന്യൂസ് 4-5 പ്രാവശ്യം പാടുമ്പോ അത് കേട്ടാണ് ഇവൻ ആക്ച്വലി പഠിക്കാൻ തുടങ്ങിയത്. ഓ ഉള്ളിൽ ഇങ്ങനെ ഒരു പാട്ടുകാരുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായേ? പാടി തുടങ്ങിയപ്പോ, കാരണം ചെറുതിലെ സ്പഷ്ടമായിട്ട് സംസാരിക്കുമായിരുന്നേ. സ്കൂളിൽ ഇപ്പൊ അംഗനവാടിയിൽ വിടുമ്പോ തന്നെ അവിടെയുള്ള ബാക്കിയുള്ള കുട്ടികൾ വർത്താനം പറയണേക്കാളും ഒരു പൊടിക്ക് ഇവൻ സംസാരിക്കുന്നത് കൂടാതെ ടീച്ചേഴ്സ് ഇങ്ങനെ പറയും കാര്യങ്ങളെല്ലാം നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതുപോലെ കിട്ടാത്ത സംഗതികളൊക്കെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്ത് ഏട്ടൻ പ്രാക്ടീസ് ചെയ്യുമ്പോ അതിന്റെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഓ ഇവനും ആ കഴിവ് എന്തായാലും കിട്ടിയിട്ടുണ്ട്. പാടും അത്യാവശ്യം പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഗതിയൊക്കെ ആയാലും ചെറിയ മൈന്യൂട്ട് സാധനം ശ്രദ്ധിക്കുന്നുണ്ട് ആള്. നല്ലൊരു താല്പര്യം കാണിച്ചു. അതെ അതെ. ഓക്കെ. സ്കൂളിൽ ഇങ്ങനെ ടീച്ചർമാരോ അതെന്തായാലും സംഭവം? അത് ഈ പറഞ്ഞാൽ ഒരിക്കൽ കുഞ്ഞിക്കവിൾ മേഘം എന്നുള്ള പാട്ട് ഞങ്ങൾ റാൻഡംലി ഇങ്ങനെ കേട്ടിട്ട് ഇത് പഠിക്കുന്നു പറഞ്ഞിട്ട് അവനെ കൊണ്ട് പഠിപ്പിച്ചു. അപ്പൊ ആ സമയത്ത് ആള് പാട്ട് പാടുന്ന ക്ലാസ്സിലോ സ്കൂളിലോ ഒന്നും അറിയില്ലായിരുന്നു. LKG തന്നെ പാടും, വേറെ ആർക്കും അറിയില്ലായിരുന്നു. അപ്പൊ ഒരു ദിവസം ഇത് പഠിച്ചു കഴിഞ്ഞപ്പോ അവൻ എവിടെയെങ്കിലും പാടണം. അപ്പൊ ടീച്ചർ വെറുതെ ഇരുന്ന് ക്ലാസ് നോട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് പോയി പറഞ്ഞു, ടീച്ചർ ഞാൻ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട്, അത് ഞാൻ പാടട്ടെ. അങ്ങോട്ട് പോയി പറഞ്ഞു. അപ്പൊ അപ്പോഴാണ് ടീച്ചർ പാട്ട് കേട്ടിട്ട് ഇതുപോലെ നല്ല അഭിപ്രായം പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി വിളിക്കുകയൊക്കെ ചെയ്തു. ഇവൻ ഇത്രയും പാടുന്ന എനിക്കറിയില്ലായിരുന്നു, ഇതുവരെ ഇങ്ങനെ പാടി കേട്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ടീച്ചർ അതിന്റെ സന്തോഷത്തില് മൈക്കും പിടിച്ച് എല്ലാ ക്ലാസ്സിലും കൊണ്ടുപോയി ഈ പാട്ട് പാടിപ്പിച്ചു. അങ്ങനെ അത് പ്രിൻസിപ്പൾ അറിഞ്ഞിട്ട് പ്രിൻസിപ്പൾ എന്നിട്ട് അസംബ്ലിയിൽ വെച്ചിട്ട് ഇവനെ കൊണ്ട് ആ പാട്ട് പാടിപ്പിച്ചു. അങ്ങനെയാണ് എല്ലാരും അറിഞ്ഞത്. പിന്നെ ഞാൻ അടുത്ത പ്രാവശ്യം തൊട്ട് ഞാൻ സ്കൂളിലേക്ക് ചെല്ലുമ്പോ വിശ്വദേവിന്റെ അമ്മയല്ലേ, പാട്ട് പാടുന്ന കുട്ടിയുടെ അമ്മയല്ലേ എന്ന് ചോദിക്കും. ഇപ്പൊ തന്നെ നിറയെ ഫാൻസായി. ആ കുഞ്ഞിക്കവിൾ മേഘം ഒന്ന് പാടാം, നമുക്ക് അത് പാടാൻ പറ്റുമോ? ഒന്ന് പാടിത്തരൂ ചേട്ടാ കേക്കട്ടെ. ഞാനേ എഴുന്നേറ്റ് ചെല്ലട്ടെ. ഇതൊക്കെ എഴുന്നേറ്റ് കൊണ്ട് ക്ഷയിക്കാനൊന്നും ശരിയാവൂല. എടാ അടിപൊളിയായിട്ട് പാടിയട്ടാ, ഗംഭീരായിട്ടുണ്ട്. നീ കണ്ടോ, ഒരു ദിവസം ഇന്റർവ്യൂവിന് ഞാൻ വിളിക്കുമ്പോ നിന്നെ കിട്ടാത്ത അത്ര തിരക്കിലേക്ക് കിട്ടും, ഒരു സംശയമില്ല കേട്ടോ. അടിപൊളിയായിട്ട് പാടിയട്ടോ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ എഴുന്നേറ്റ് നോക്കി കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ എനിക്കാണ് അതിന്റെ കുറച്ചില്, കാരണം ഞെട്ടിച്ചളഞ്ഞു കേട്ടോ. എന്തായാലും കറക്റ്റ് സ്ഥലത്താ വന്ന് പെട്ടേക്കുന്നത്. എന്തായാലും നല്ല 2 പേര് നല്ല രീതിയിൽ പഠിപ്പിച്ച് വലിയ ആളാക്കും. എവിടെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പാടണമെന്ന് ആഗ്രഹമുണ്ടോ? ഏതെങ്കിലും TV ഷോയിലോ? ടോപ്പ് സിംഗറില ഉറപ്പായിട്ടും ടോപ്പ് സിംഗറിൽ പാടിയിരിക്കും. അന്ന് അവിടെ പാടാൻ ചെല്ലുമ്പോ എന്റെ പേര് പറയണം കേട്ടാ. അന്ന് ചേട്ടൻ പറഞ്ഞായിരുന്നു, അവിടെ ജാങ്കോലെ ചേട്ടൻ പറഞ്ഞായിരുന്നു എന്ന് പറയണം കേട്ടാ.
ഓക്കെ, എന്തായാലും രസമായിട്ടുണ്ട്. ഇപ്പൊ ഇനി എന്താണ് കൂടുതൽ താല്പര്യങ്ങളൊക്കെ മോന്? ആള് വരയ്ക്കാൻ ആളുടെ അച്ഛനൊക്കെ അത്യാവശ്യം വരയ്ക്കുന്ന ആളായിരുന്നു. അപ്പൊ സത്യം പറയാൻ നിങ്ങൾക്ക് ആരാ ശരിക്കും പറഞ്ഞ ഇത് എല്ലാവരും പല പല കഴിവുകളാണല്ലോ എല്ലാവർക്കും. അമ്മയ്ക്ക് വരയ്ക്കാൻ അറിയും, അമ്മ വരയ്ക്കും പാടും അല്ലേ? നന്നായിട്ട് വരയ്ക്കും. അവൻ മാർക്കിട്ടുണ്ട്, ചെറുതായിട്ട് പാടും വലുതായിട്ട് വരയ്ക്കും. അച്ഛൻ വരയ്ക്കും, ആളുടെ അച്ഛൻ നന്നായിട്ട് നല്ലോണം വരയ്ക്കുമായിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് ഇഷ്ടമാണ്, വരയ്ക്കാൻ ഇഷ്ടം. അച്ഛന്റെ പേരെന്താ? രവിനാരായണ പ്രസാദ് എന്നായിരുന്നു പേര്. പ്രസാദ് എന്ന് വിളിക്കും എല്ലാവരും. അടിപൊളി പേരൊക്കെ ഉണ്ടോ? ഇവരുടെ മൂന്നാളുടെ പേര് ഭയങ്കര വെറൈറ്റിയാ. ആളുടെ ഒരു വിശ്വദേവ ശരത്. എന്റെ പേര് ശരത് വിഷ്ണു ഗോപാൽ എന്നാണ് ഫുൾ നെയിം. ശരത് വിഷ്ണു ഗോപാൽ. ഫുള്ള് പറയിപ്പിക്കാൻ നന്നായി. ഞാൻ ഇവിടെ എഴുതി പഠിക്കേണ്ടി. ശരത് വിഷ്ണു ഗോപാൽ. അതെ. പിന്നെ രണ്ടാമത്തെ എന്റെ ഒരു ശ്യാം കൃഷ്ണ ഗോവിന്ദ് എന്നാ. ശ്യാം കൃഷ്ണ ഗോവിന്ദ്. ഇളയൻ എന്റെ ഒരു സുജീന്ദ്ര ശിവജിത്ത്. അച്ഛന്റെ പേര് പറയൂ. അച്ഛന്റെ പേര് പി ജി ശശി എന്നായിരുന്നു പേര്. വളരെ ചെറിയ പേര്, അതങ്ങ് മാറ്റി ആ പ്രശ്നം തീർത്തു. അതെ, അമ്മയുടെ ഒരു സുഗുണാണ്. അങ്ങനെ സുഗുണ. അവര് പേര് ചേർത്താ മക്കളുടെ പേര് ഇത്തിരി ലെങ്ത് ഇരുന്നോട്ടെന്ന് വെച്ചിട്ട് അങ്ങനെ. നോർമലി വിഷ്ണു എന്ന് വിളിക്കും അങ്ങനെ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് അപ്പൊ ഈ വരയ്ക്കുന്നതിന്റെ ഒരു അംശം ഇവിടെ കിട്ടിയിട്ടുണ്ട്. എനിക്കും കുറച്ചൊക്കെ വരയ്ക്കാൻ അറിയാം. ഏത് പടമാണ് ഏറ്റവും നന്നായിട്ട് വരയ്ക്കണത്? വീടും മലയൊക്കെ. വീടും മലയും. ആഹാ. പിന്നെ അതല്ലാതെ വേറെ ഏതാ വരയ്ക്കുന്നത്? ഒരു മലയുടെ മുകളിൽ ഇങ്ങനെ വെള്ളം പോണ പോലെ, സൂര്യ മലയുടെ ഇങ്ങനെ പോണ പോലെ. പിന്നെ കുറച്ച് കിളികള് മുകളിൽ കൂടി ഇങ്ങനെ പറന്നു പോകും. ഇവിടെയുള്ള എല്ലാവരും പഠിപ്പിച്ച ഇതാരാ പഠിപ്പിച്ചേ ഇത് വരയ്ക്കാൻ? ഇത് ഞാൻ തന്നെ. ഇത് നമുക്ക് ജന്മനാ കിട്ടുന്ന ഒരു കഴിവാന്നുള്ളത്. നമ്മൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുന്നു, കവന്ന് നടക്കാൻ പറ്റുന്നു. അല്ല, വര തുടങ്ങുമ്പോ ആദ്യം എല്ലാരും വരയ്ക്കുന്നത് അല്ലെ? അത് എങ്ങനെയാണെന്നാവോ എനിക്കൊന്ന് ഉള്ളിൽ നമ്മുടെ ഉള്ളതായിരിക്കും. അതെ അതെ. പക്ഷെ പ്രശ്നം എന്താ അറിയോ, ഞാനൊക്കെ ഇത്ര വലുതായിട്ട് ഇപ്പോഴും ഞാൻ വരയ്ക്കുന്ന ആ പടോ മല സൂര്യൻ. എനിക്ക് വലിയ കാര്യമായിട്ട് വരയ്ക്കാൻ അറിയില്ല. അച്ഛന്റെ ഏറ്റവും ഫേവറേറ്റ് പാട്ട് ഏതാ? അച്ഛൻ പാടുന്നതില് ഏതാ? ഞാനിപ്പൊ പാടിപ്പിക്കാം അച്ഛനെ കൊണ്ട്, എനിക്ക് കേൾക്കാൻ വേണ്ടിട്ടാ. ഞാൻ ഇവിടെ ചോദിച്ചത് അതല്ല, അവന് പാട്ട് ഓർമ്മ വരാത്തോണ്ടായിരിക്കും. ഏത് പാട്ടാ? അതൊന്നും പറഞ്ഞു കൊടുക്കും. അത് അവന് ഇഷ്ടമാണ് പാടുന്ന. സ്വയംവര ചന്ദ്രികയിൽ ആ പാട്ട് അത് അച്ഛക്കല്ല പൊന്നിനാ ഇഷ്ടം. എനിക്കോ ചെന്താർമിഴി പാടുന്നത് ഇഷ്ടാ. നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് പാടാൻ പറ്റിയ പാട്ട് ഏതാ? അങ്ങനെ ഞങ്ങള് അത് അതില്ലാത്തത് ഇവൻ അത് ഇല്ലാണ്ടായിട്ട് വളർത്തണം. അവനോട് ചെയ്യാനൊന്നും ഇല്ല, അതുകൊണ്ടാണ് അവന്റെ ടെൻഷൻ. അടങ്ങിയിരിക്കുന്ന. നിങ്ങൾ രണ്ടുപേരും കൂടി പാടുന്ന പാട്ട് ഏതാ? ഓക്കെ, റെഡി. ഓ സൈനബ, അഴകുള്ള സൈനബ, ഇളമാൻ കിടാവ് പോലെ വന്നതെന്തിനാണു നീ? ഓ സൈനബ സൈനബ സൈനബ. എനിക്ക് സംഗതികളൊന്നും വലിയ കാര്യമായിട്ട് വരില്ല. വരാണ്ടത് ഇങ്ങനെ നമുക്ക് അങ്ങനെ ഒന്നുമില്ല. ഇത് നമ്മുടെ ഇപ്പൊ ഈ ഷോ കാണുന്നവരും ഇവർക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഷോയിൽ ഇവിടെ ആർക്കും എന്ത് വേണേലും പാടാം. തെറ്റിയാലും എല്ലാരും സഹിക്കും. പക്ഷെ നല്ല രസമായിട്ട് പാടുന്നുണ്ടാവും. ഞാൻ ശരിക്കും പറഞ്ഞ ഭയങ്കര സന്തോഷമായിരിക്കും ഈ എപ്പിസോഡ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ വരുന്നുണ്ട്, അടുത്ത സ്ഥലത്തേക്ക് വരുന്നുണ്ട്. പഠിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ഏതാ? പഠിക്കാൻ ഏറ്റവും ഇഷ്ടം മാത്സ് അല്ല? ഏതാ? അത് ഓരോ സ്റ്റേജിൽ ഓരോന്നാണ്. 1+1 മാത്സ് ആണ്. എനിക്കൊക്കെ ഏറ്റവും പേടിയുള്ള വിഷയം വരുന്നത്. ഏറ്റവും ഇഷ്ടം മാത്സ് ആണോ?
ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് ഏതാ, പേടിയുള്ളത് ഏതാ? അത് കേഴ്സിലിട്ടിരുന്നു. കഴ്സീവ് ലെറ്റർ. ഓ അയ്യോ, അത് ടീച്ചറോട് ഞാൻ വിളിച്ച് പറയാം, കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിപ്പിച്ചു തരാം കേട്ടോ. പിന്നെ അല്ല, ഇതൊക്കെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും, ചുമ്മാ ഞങ്ങള് കാണിക്കുന്നതല്ലേ. നോക്കി, ഇനി ഒരു കാര്യം പറയട്ടെ, ഈ ഫ്രണ്ട്സിന്റെ പേരൊക്കെ പറ, തൊട്ടടുത്തുള്ള ഫ്രണ്ട്സിന്റെ പേരൊക്കെ പറഞ്ഞേ. ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രണ്ട് ഇല്ലേ? ഫർഹാൻ. ഫർഹാൻ. ഫർഹാൻ ഭയങ്കര ഇഷ്ടമാണോ? ഫർഹാൻ പാട്ടൊക്കെ പഠിപ്പിക്കാറുണ്ടോ? ചെറുതായിട്ട് അമ്മക്ക് LKG-ലൊക്കെ പാട്ട്. അത് അവൻ UKG കഴിഞ്ഞപ്പോ വേറെ സ്കൂളിലേക്ക് പോയി. അപ്പൊ രണ്ടാൾക്കും ഭയങ്കര മിസ്സിംഗ് ആണ്. ആണോ? ഭയങ്കര ഇഷ്ടമായിരുന്നു. ഏട്ടാ, എന്തായാലും ഫർഹാൻ എന്തായാലും നമ്മുടെ ഷോ കാണും. എന്തായാലും ഫർഹാനെ എന്തായാലും മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ പയ്യന്. അപ്പൊ എന്തായാലും എപ്പോഴും പോയി കാണണം കേട്ടാ, പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഓക്കെ, നമ്മുടെ വീട് എവിടെയാട്ടാ? എന്റെ വീട് അഞ്ചുമൂർത്തിയാണ്. എവിടെ? അഞ്ചുമൂർത്തി. അവിടെ അമ്മയുടെ അതേ സ്ഥലം. അമ്മയുടെ അതേ സ്ഥലം. അമ്മ അഞ്ചുമൂർത്തിയിലാണോ? അപ്പൊ അച്ഛനോ? അച്ഛൻ അടിമാലിയിലായിരുന്നു. അടിമാലിയിലാണ്. അഞ്ചുമൂർത്തിയിലെ സ്ഥലത്തിന്റെ പ്രത്യേകത പറഞ്ഞു, അവിടെ ഭയങ്കര രസം എന്ന് പറഞ്ഞ അവിടെ കാണാനൊക്കെ. അവിടെയൊക്കെ ഓലവെച്ചിട്ടുള്ള വീടൊക്കെ ഉണ്ടാവും. ഓലവെച്ചിട്ട് വീടുണ്ട്. പിന്നെ എന്തൊക്കെയല്ലേ? പിന്നെ സൂര്യൻ ഇങ്ങനെ മേലേന്ന് പോകുമ്പോല്ലേ നല്ല രസമായിരിക്കും. ഇത് ഓറഞ്ച് കളറായിരിക്കും എല്ലായിടത്തും. ഉള്ളിൽ ഒരു കലാകാരനെ നിങ്ങൾ തിരിച്ചറിയണം. അത് വരെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയല്ലേ എനിക്ക് ഇഷ്ടമായി. വേറെന്തൊക്കെ പിന്നെ കണ്ടിട്ടല്ലേ? വേറെ ഓലയുള്ള വീടുകളുണ്ട്. സൂര്യൻ ഇങ്ങനെ താവുമ്പോ ഓറഞ്ച് കളർ വരും. പിന്നെന്താ, മഴ പെയ്യുമ്പോ നല്ല ഫസ്റ്റ് ലൈറ്റ് വന്നിട്ടാണ് ഇടി വരുന്നത്. ഫസ്റ്റ് ലൈറ്റ് കൊണ്ടാണ് ഇടി വന്നെ. ഓ, ഇവിടെ അങ്ങനെയായിട്ട് അഞ്ചുമൂർത്തിയിലൊക്കെ അങ്ങനെയാ. ഞങ്ങളിവിടെ ആദ്യം ചില സമയത്തേക്ക് ഇടി വരാറുണ്ട്, അതിനുശേഷം ലൈറ്റ് വരിക. ചുമ്മാ പറഞ്ഞേട്ടാ, ഇവിടെ അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ നല്ല നല്ല അവിടെ പാടമൊക്കെ ഉണ്ടോ? അവിടെ പഴയ റോഡിൽ മൊത്തം പാടമാണ്. പഴയ റോഡിൽ മൊത്തം പാടമാണ്. എന്റെ അമ്മ, പാടത്തെ കിളികളൊക്കെ വരും, വലിയ കിളിയൊക്കെ വരാറുണ്ടോ? വലിയ കിളിന്ന് വെച്ചാ നമ്മുടെ കൊക്കിനേക്കാളും മേലെയുള്ള ഒരു സാധനമില്ല. കൊക്കിനെക്കാട്ടി വലുത് അതെന്താണ്? മയിലാണോ? മയില് അത്യാവശ്യം അവിടെ ഇഷ്ടം. മയില് പിന്നെ കൂട്ടിയിട്ടില്ല. മയിലൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. വേറെ കിളി ഏതോ വരുന്നുണ്ട്. അത് ഏതാണ് ആ കിളി? അതേതാടാ കിളി? കൊക്കല്ല, പേരറിയില്ലേ? അച്ഛനും അമ്മയും പെട്ടുട്ടാ. ഇത് കിളി പറയുന്നത് ഈഗിൾ. ഈഗിൾ ഉണ്ടോ അവിടെ? ഒക്കത്തുണ്ട്. അപ്പൊ അഞ്ചുമൂർത്തി എവിടെ സ്ഥലം? പാലക്കാടോ? പാലക്കാട് അഞ്ചുമൂർത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് അല്ലേ? അപ്പൊ എല്ലാരും അങ്ങോട്ട് വിളിക്ക്, എല്ലാരും വന്ന് കാണട്ടെ. ഇതിപ്പോ അച്ഛനും അമ്മയുടെ കൂടെ ഇരുന്നിട്ട് ഇപ്പൊ നമുക്കും ചെറിയൊരു നാണം വന്നു തുടങ്ങിയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇത്രയല്ല, നല്ലോണം സംസാരിക്കുവേ. ഇത് പെട്ടെന്ന് ചേഞ്ച് ആയിട്ട്. ഓക്കെ, അന്ന് നമുക്കൊരു പണിയാ, ഒരു പാട്ട് പഠിപ്പിച്ചു കൊടുക്കാമോ? ഏതെങ്കിലും ഒരു പാട്ട് അച്ഛൻ പാടി തരുന്ന പാട്ട് ഓർമ്മ ഏറ്റുപാടാം. നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ, നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ, ഏതപൂർവ തപസ്സിന ഞാൻ സ്വന്തമാക്കി നിൻ, ഏതപൂർവ തപസ്സിന ഞാൻ സ്വന്തമാക്കി നിൻ, രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം, രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. പൊന്നെ, കലക്കി, അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. എന്തായാലും ഇതില് ഭാഗ്യം ആയിരിക്കാണ്. വീട്ടില് ഇവരുടെ എല്ലാം പാട്ടൊക്കെ കേട്ട് ചില്ലായിട്ട് അങ്ങ് ഇരിക്കാം അല്ലേ? എന്തായാലും ഇപ്പൊ ബ്രദറിനോട് ചോദിക്കട്ടെ, ഇപ്പൊ ബ്രദറിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? ഞാൻ മുൻപ് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ മൂവിയിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, അഭിനയിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ മൂവിയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് അപ്സര എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൈന പ്ലേ ഉണ്ടല്ലോ, അതിൽ റിലീസ് ആയിട്ടുള്ള ഒരു
മൂവിൽ അഭിനയിച്ചിട്ടുണ്ട്, വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്റെ പൊന്നീ നിഷ്കളങ്കത്വം വെച്ചിട്ടാണോ വില്ലൻ? ഓക്കെ. അത് പക്ഷെ ഒരുപാട് അങ്ങനെ വലിയ ഇതായില്ല, അതുകൊണ്ട് പക്ഷെ അത്യാവശ്യം എനിക്കത് ചെയ്യാൻ പറ്റിയത് കാരണം നമുക്ക് ആ ഒരു ആഗ്രഹം ഏകദേശം അതുപോലെ സമാധാനമായി. അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. എന്തായാലും കണ്ടായിരുന്നോ? അപ്സര കണ്ടായിരുന്നോ? ശരിക്കും അത് കണ്ട ഇച്ചിരി കരയാൻ വരും. അതെന്തിനാ കരയാൻ വന്നത്? എനിക്ക് അറിയണോ എന്തു പറ്റി? ഏത് മോശം കണ്ട കരയാൻ? അച്ഛന്റെ അഭിനയം കണ്ടിട്ടാണോ പറഞ്ഞത്? ലാസ്റ്റ് ഒരു സാധനം വെച്ചാ തലയിലടിക്കുമ്പോ അച്ഛന്റെ തലയിലാ അങ്ങനെ അപ്പൊ പിന്നെ കരയാം നമുക്ക്. അച്ഛന്റെ തലയിലടിക്കുമ്പോ നമുക്ക് കരച്ചിലൊക്കെ വരും. ആ ഡയറക്ടറെ കയ്യെ കിട്ടി ഒരെണ്ണം കൊടുത്തോ, അച്ഛന്റെ തലയിലടിക്കാറായോ എന്ന് ചോദിച്ചിട്ട് കേട്ടാ. ആലോചിക്കാൻ വയ്യ. വേണ്ട, നമുക്ക് വയലൻസ് വേണ്ട. പാവം ജീവിച്ചു പോയിക്കോട്ടെ അല്ലേ? ഇതിൽ അച്ഛക്ക് ഇനിയിപ്പോ ചാൻസുകളൊക്കെ കിട്ടുന്ന സിനിമയിലൊക്കെ. ഈ പാട്ട് മുമ്പോട്ട് പോയപ്പോ സ്റ്റാർ സിംഗർ ഇങ്ങനെ പരിപാടികളൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ ഒന്ന് രണ്ട് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഓഡീഷൻ ഒക്കെ ഉണ്ടല്ലോ, ഒന്ന് രണ്ട് ഓഡീഷനിൽ കിട്ടില്ല. പിന്നെ അങ്ങനെ മേളിലേക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. പിന്നെ നമ്മള് പാട്ടൊക്കെ ആയിട്ട് പിന്നെ ഞാൻ ചെറുതായിട്ട് പാട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് രണ്ട് അങ്ങനെ ചെറുതായിട്ട് പാട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ആള് കുറച്ചൊക്കെ എഴുതുമായിരുന്നു. എല്ലാം കുറച്ച് അറിയുള്ളൂ. പക്ഷെ പാട്ട് വരികള് ആള് എഴുതാറുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങള് അമ്മ എഴുതിയിട്ട് ഒരു പാട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. മുമ്പ് 2 സോങ്സ് ഞാൻ ആൽബം പോലെ ചെറുതായിട്ട് ഞങ്ങള്, അതായത് ഒരുപാട് വർഷം മുമ്പാട്ടോ, ഒരു 10-15 വർഷമൊക്കെ മുമ്പ് ആൽബം പോലെ ഷൂട്ട് ചെയ്തിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പാട്ട് ഞാനിങ്ങനെ മ്യൂസിക് ചെയ്തിട്ട് ആള് എഴുതിയിട്ട് ഒരു പാട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആരോ ദൂരെ ആരോന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ആരോ ദൂരെയാരോ മൂടുന്നൊരീണം മനസ്സിൽ നിറഞ്ഞ ഗാനം മൂടുന്നതാരോ എഴുതാനോർത്ത വാക്കുകളിൽ ആരോ പകർത്തിയ നേരം ഒരുമിച്ചു കാണാൻ ഒരുമിച്ചു പാടാൻ കൊതിക്കുന്നു ഞാനും. അങ്ങനെ ഒരു പാട്ട്. അടിപൊളി. അമ്മ ഉണ്ടാക്കിയതാണോ? അമ്മ പാട്ടുണ്ടാക്കിയാന്നൊക്കെ. അമ്മ പാട്ടുണ്ടാക്കി, അമ്മ വരച്ചു. അതെ. അപ്പൊ കുഞ്ഞിലായിരുന്നു. ഇനിയിപ്പോ എന്തായാലും അടുത്തന്നെ വേറെ പാട്ടൊക്കെ ഉണ്ടാക്കി അവന് വേണ്ടിട്ട് ഒരു പാട്ട് എഴുതി മ്യൂസിക് അവന് ആഗ്രഹമുണ്ട്. മ്യൂസിക് തന്നെ ഇരുന്ന് ഇങ്ങനെ മ്യൂസിക് ഒക്കെ പാടിയിട്ട് ഇത് ഞാൻ ഉണ്ടാക്കിയ മ്യൂസിക്കാന്നൊക്കെ പറയുകയാണെങ്കിൽ. അപ്പൊ ശരബ്രോ, നമ്മളിപ്പോ സ്റ്റാർ സിംഗർ ഇങ്ങനെയുള്ളതൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ഇപ്പൊ ഈ തിരക്കിട്ട ജീവിതത്തിലേക്ക് മാറിയപ്പോഴത്തേക്കും കുറെ ആഗ്രഹങ്ങൾ കുറെ മാറ്റി വെച്ചു. ആ ആഗ്രഹങ്ങളൊക്കെ ഇനി ഇദ്ദേഹത്തെ കൊണ്ട് സാധിപ്പിക്കാനാണോ ഇനി? അതെ, അവൻ നല്ല രീതിയിൽ തന്നെ ആഗ്രഹമുണ്ട്, അടിപൊളിയായിട്ട് നമുക്ക് കിട്ടാത്തത്. അതെ അതെ, അവൻ ഉറപ്പായിട്ടും ഇപ്പൊ അവൻ വരവറിയിച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ. അതെ, നമ്മളെ കൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതെ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂട്ടിട്ട് ഇവന് കൊടുക്കുന്ന സപ്പോർട്ട് നമുക്ക് മനസ്സിലാവും. ആ സപ്പോർട്ടിന്റെ പേരിലാണ് ഇപ്പൊ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതേപോലെ ഒരുപാട് കുട്ടികളുണ്ട്, പല പല കഴിവുകൾ. പക്ഷെ വീട്ടുകാർ പല തിരക്കിലായതുകൊണ്ട് ചിലപ്പോ കഴിവിന് നമ്മൾ അറിയാതെ മാറ്റിവെച്ചു. അവർക്ക് നിങ്ങൾ നല്ലൊരു മാതൃകയാണ്. അപ്പൊ നിങ്ങള് ഇപ്പൊ ഇദ്ദേഹത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ടൈം അതെങ്ങനെയാണെന്നൊന്ന് പറയാമോ? ഇവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ആഗ്രഹങ്ങൾക്ക് വേണ്ടി. ഏറ്റവും ഒരു 2 വർഷമായി അല്ലെ, 2-3 വർഷമായിട്ട് ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആണ്. അനിമേറ്റർ ആയതുകൊണ്ട് തന്നെ. അപ്പൊ അതിനു മുമ്പ് എന്ന് വെച്ചാൽ ഞാനും മോനും മാത്രമായിരുന്നു ചെറുതായിരുന്ന സമയത്ത്. ആള് എറണാകുളത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പൊ പിന്നെ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു ടൈമിലാണ് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയത്. ശരിക്കും പറഞ്ഞു ഫുൾ ടൈം അച്ഛൻ മോനും ഒരുമിച്ച് ഒരു റൂമിനകത്താണല്ലോ. എന്റെ അടുത്താണ് സിസ്റ്റർ ഇരിക്കുന്ന, അവിടെ തന്നെ ടിവിയും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് കൺട്രോൾ ചെയ്ത് ഞാൻ അതെ, അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പൊ ആളിപ്പോ റീൽസ് ഇടാനൊക്കെ ആയിട്ടാണെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നതും. അപ്പൊ ആ സമയത്ത് ഫുള്ള് കേട്ടോണ്ടിരുന്നിട്ടാണ് ഇവൻ പഠിച്ചത് ശരിക്കും. അങ്ങനെയാണ് ആള് പാടാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. പിന്നെ ഒരു ദിവസം ഇങ്ങനെ ആ കുഞ്ഞിക്കൾ എന്ന് പറഞ്ഞ സോങ്ങില്ലേ, അതിങ്ങനെ ജസ്റ്റ് പാടി കൊടുത്തു കഴിഞ്ഞപ്പോ ക്യാച്ച് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഒരു കുറച്ച് ലൈൻസും കൂടെ പഠിച്ചപ്പോ ആ ഒരു രീതിയിൽ പാടി വന്നു. നമ്മുടെ നിങ്ങള് കല്യാണം അർജുൻ
എന്തായിരുന്നു? ഞങ്ങള് കസിൻസും കൂടിയാണ്, ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ആണ്. അപ്പൊ ഞങ്ങള് തമ്മില് ഇഷ്ടായി. പാട്ട് കേട്ട് വീണതാണോ? പാട്ട് കേട്ട് വീടാണെങ്കിൽ വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയാം. പാട്ടുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം ചേർക്കാം നമുക്ക്. ഇവരൊരു ജസ്റ്റ് ഇങ്ങനെ നാട്ടിലേക്കൊക്കെ ഇവര് വൺസിന്റെ വയല നാട്ടിലേക്ക് വരുള്ളൂ. ആടിമാലിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വരണ്ടേ. അപ്പൊ അന്ന് കാറില്ലല്ലോ, ബസ്സിലല്ലേ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരിക്കൽ നമ്മുടെ വീട്ടിലോട്ട് വന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം കണ്ട്. ആദ്യം നോർമൽ ഫ്രണ്ട്സ് പോലെ അങ്ങനെ സംസാരിച്ച്, പിന്നെ ക്യാരക്ടർ കുഴപ്പമില്ല, ഞങ്ങള് കുഴപ്പമില്ലാന്ന് തോന്നി. അങ്ങനെ അതെ, വീട്ടിൽ സംസാരിച്ച് അതെ കുഴപ്പമില്ലായിരുന്നു. ആദ്യം ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, പിന്നെ അത് സ്വാഭാവികമായിട്ട് ഒരു നമ്മുടെ 90s ആ ടൈമിലൊക്കെ അങ്ങനെയായിരുന്നല്ലോ. എല്ലാവരും ഓക്കെ ആയി. അങ്ങനെയാണ്. നമുക്ക് ഇപ്പൊ എല്ലാരും അവൻ ഓക്കെ അല്ലെന്ന് മൂന്നാളുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇനി വിശുദ്ധ നമുക്കൊരു പാട്ടിലേക്ക് കിടന്നാലോ? ഓക്കെ. കുതിർന്നെത്തി അലിഞ്ഞെത്തി തിരനുര ഒഴുകി പടവുകളിൽ പുഴ കയറി മോനെ ഓരോ പാട്ടിൽ എന്നെ ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. കലക്കിട്ടുണ്ട് കേട്ടാ. ഇല്ലേ? സൂപ്പറായിട്ടുണ്ട്. പിന്നെ അല്ല, എവിടെയും അരങ്ങേറ്റം കഴിഞ്ഞോ? ഇല്ലില്ല, അങ്ങനെ പഠിച്ചു തുടങ്ങിയതുള്ളൂ. അതെ അതെ, ഒരു വർഷം കഷ്ടി ആവുന്നുള്ളൂ. പാടിയാലും നമ്മൾ വിളിച്ച വരത്തില്ല, പാട്ട് പഠിക്കാനൊന്നും വരത്തില്ല, നിർബന്ധം അങ്ങനെയൊക്കെ പറഞ്ഞു. അതിൽ പിന്നെ ആൾക്ക് അതെ. ഇപ്പൊ പാടി ചെയ്തു കേട്ടാ, ഇപ്പൊ പാടി ചെയ്തു കേട്ടാ. കുറച്ച് പൈസ വേണം. മറ്റേ ഈ ഇടയ്ക്ക് റീലില് വൈറലായില്ലേ ആ സോങ്ങില്ലേ? കുറച്ച് പൈസ വേണം മർച്ചണ്ട, ജോലിക്കൊന്നും പോകാൻ വയ്യതും. കുറച്ച് പൈസ വേണം മർച്ചണ്ട, ജോലിക്കൊന്നും പോകാൻ വയ്യതും. എടാ നന്നായിട്ടുണ്ട് കേട്ടോ, രസമുണ്ട്. എനിക്ക് പാടുമ്പില്ലേ ഇതുവരെ ഇരിക്കുന്ന ആളല്ല, ആറ്റിറ്റ്യൂഡും എല്ലാം മാറും, സൗണ്ട് മാറും, നല്ല രസമുണ്ട് കണ്ടിട്ടിരിക്കാൻ. ഞാൻ ഇവിടെ പിടിച്ചിരുത്തിട്ട് ജാങ്കോയിൽ ഒരു ജോലി ആട്ടെ, ഇവിടെ നിന്ന് നമുക്ക് പഠിക്കാം. ഇവിടെ നിക്കുന്നോ ചേട്ടൻ ആങ്കറിംഗ് ഒക്കെ ചെയ്യുമ്പോ ഇവിടെ നമുക്ക് കസേര ഇട്ടിരുന്നിട്ട് നമുക്ക് പാട്ടൊക്കെ പാടാൻ എപ്പോഴും വേണോ? ലീവ് ദിവസം വരാതല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ ലീവ് ദിവസം ഞാൻ വെയിറ്റ് ചെയ്യൂട്ടാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യും. വരണം കേട്ടാ. എന്നാ നമുക്ക് അടുത്തൊരു പാട്ട് കൂടി പാടിയാലോ? ഞാൻ ഇനി വേറൊരു പാട്ട്, ഞാനൊരു പാട്ട് കേട്ടെ, സൂര്യനായി തരുന്നു അച്ഛനെയാണ് എനിക്കിഷ്ടം. ആ പാട്ടൊന്ന് പഠിച്ചു കൊടുക്കാമോ? ശരി ശരി, അത് പഠിക്കാമോ? അച്ഛൻ പാടിത്തരാം. കുറച്ചായിട്ട് പാടിത്തരും. ഒന്ന് ഏറ്റു പാടാമോ? എല്ലാ അച്ഛനെ ഇഷ്ടപ്പെടുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം, അച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ, ഞാനൊന്ന് കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ. അച്ഛനെയാണെനിക്കിഷ്ടം, അച്ഛനെയാണെനിക്കിഷ്ടം.
അടിപൊളി. ഇതുപോലെ പാടി തന്നു കഴിഞ്ഞാൽ എല്ലാ പാട്ടും ട്രൈ ചെയ്യൂ. മിടുക്കൻ. സ്കൂളിലൊക്കെ ടീച്ചർ പഠിപ്പിച്ചു തരുന്ന പോയമൊക്കെ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും അല്ലേ? പെട്ടെന്നാണ് ഇതെന്തീ പറയണേ? പെട്ടെന്ന് പറ്റില്ല, നല്ല പിച്ചൊക്കെ നോക്കിയിട്ട് അതൊക്കെ ടീച്ചറുടെ ഒക്കെ ഒരു ഭാഗ്യം നോക്കണേ. പോയമൊക്കെ നല്ല ഭംഗിയിൽ പാടി കൊടുക്കും അല്ലേ? ഏതെങ്കിലും പോയം പഠിച്ചിട്ടുണ്ടോ? ഫുള്ള് കാണാതെ പോയം പഠിച്ചിട്ടുണ്ടോ? ആണോ? ഒരു പ്രാർത്ഥന പാട്ട് പാടിത്തരുമോ? സവിധി കൂപ്പുകൈകളുമായി എന്നും അണഞ്ഞിടുമ്പോ നീ കൃപ എന്നെ തൂകണമേ. ദൈവമേ ഞാൻ നിൻ സവിധി കൂപ്പുകൈകളുമായി എന്നും അണഞ്ഞിടുമ്പോ നീ കൃപ എന്നെ തൂകണമേ. സർവജ്ഞാനത്താലെന്നും നിറഞ്ഞിടണമേ. നിന്റെ ജ്ഞാനത്താലെന്നും നിറഞ്ഞിടണമേ. ഞാൻ ചെയ്യും കർമ്മങ്ങൾ നിൻ കൃപയാലാകണമേ. എന്റെ വീടുകളിൽ ഞങ്ങളൊക്കെ സൈലന്റ് ആയി പോകും ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ. അങ്ങനെ അതിലേക്ക് ലയിച്ചു പോകും. ഇതിന് അത്രയും വലിയൊരു കഴിവുണ്ട് കേട്ടാ. വലിയൊരു ആർട്ടിസ്റ്റ് ആവുന്ന ഒരു സംശയമില്ല കേട്ടാ. ഓ ഇതല്ല ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് നിങ്ങള് ഇപ്പൊ എറണാകുളം പോലത്തെ ഒരു സ്ഥലത്തൊക്കെ ആയിരുന്നു വെച്ചെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വേറെ കൂടുതലായിട്ട് കിട്ടിയതായിരുന്നു. നിങ്ങൾക്ക് യാത്രകളൊക്കെ പല ഓഡീഷൻസ് എല്ലാം നടക്കുന്നതെല്ലാം ഇവിടെയൊക്കെ ആയതുകൊണ്ട് യാത്രകളൊക്കെ ഒരു ചെറിയൊരു പ്രശ്നമായിരുന്നു. എന്നാലും ഞങ്ങളെ ഇവിടുന്ന് വിളിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഞങ്ങള് പിന്നല്ല ഈ ഒരു സപ്പോർട്ടാണ് അവരെപ്പോഴും വേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ റീല് കണ്ടപ്പോ എനിക്ക് ഞാൻ വേറെ എന്തോരം വീഡിയോസ് റീച്ച് ഉണ്ടെന്നോ ഇതിന്റെ ഫോളോവേഴ്സ് എത്ര ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. മോന്റെ പാട്ട് കണ്ടപ്പോ ഇത് ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പൊ തന്നെ ഞാൻ മെസ്സേജ്, എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങൾ അപ്പൊ തന്നെ റിപ്ലൈ ഒക്കെ തന്നു. അതുകൊണ്ട് ഇവിടം വരെ എത്തിയതായിരുന്നു. എന്തായാലും ഇനിയിപ്പോ വരാൻ പോകുന്ന വർഷങ്ങളും ഇപ്പൊ സ്കൂളുകളായിക്കോട്ടെ ഒരുപാട് പരിപാടികൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന ആളാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ കലോത്സവത്തിലും എല്ലാത്തിലും പാലിപ്പിക്കണം. വീട്ടിലൊക്കെ എല്ലാവരും സപ്പോർട്ടല്ലേ? അതെ അതെ എല്ലാവരും സപ്പോർട്ടാണ്. എന്റെ അമ്മയും അച്ഛനൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ശരത്രോട് പറയാനുള്ളത് ജോലി എല്ലാം കുടുംബം എല്ലാം നമുക്ക് ഉണ്ട്, അതെല്ലാം നോക്കണം. അതിന്റെ ഒപ്പം തന്നെ ഈ കല എന്ന് പറയുന്നത് വളരെ റയറായിട്ട് ആൾക്കാർ കിട്ടുന്ന ഈ കഴിവൊക്കെ നന്നായിട്ട് പാടുന്നുണ്ട്. ഉറപ്പായിട്ടും അത് കണ്ടിന്യൂ ചെയ്ത് പോകണം. ഞാൻ ശരത്രോട് കഴിഞ്ഞ ഏറ്റവും ഫേവറേറ്റ് സോങ് ആണ്? എനിക്ക് മലയാളത്തിൽ പ്രണതോസ്മി എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, ശരത് സാർ ചെയ്തിട്ടില്ല, ആ പാട്ട് എനിക്ക് ഇഷ്ടമല്ല. ഒന്ന് പാടാമോ? പ്രണതോസ്മി ഗുരുവായൂരേശം, പ്രണതോസ്മി ഗുരുവായൂരേശം, പ്രതിദിനമനുചേതസ്മര ഹരിപാദം, പ്രേമാശ്രുവായി പരിപൂർണമേ സ്വരഭാജനം, കരുണാനിധേ സത്യം പ്രഭവിതതത്വം, മമ ഹൃദയം ഭക്തി സ്വരലുളിതം, പ്രണതോസ്മി ഗുരുവായൂരേശം, പ്രതിദിനമനുചേതസ്മര ഹരിപാദം. ഇതുപോലെ
ഇതേപോലത്തെ ശരത് സാറിനെയോ അല്ലെങ്കിൽ ജി സാറോ ഇങ്ങനെ ആരെയൊക്കെ നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, നേരിട്ട് കാണാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഇതുപോലെ പാട്ടുകൾ ഇങ്ങനെ പാടിയിടുമ്പോ നമ്മുടെ ജാസി ഗിഫ്റ്റ് സാറിലെ സാറിന് ഇങ്ങനെ അയച്ചു കൊടുത്തു, ജസ്റ്റ് പേഴ്സണൽ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു പാട്ട് അയച്ചു കൊടുത്തു. അപ്പൊ ആളൊന്ന് ഇതുപോലെ എന്റെ സ്റ്റാറ്റസ് ഒക്കെ ആള് ഷെയർ ചെയ്തിട്ട് നല്ല സോങ് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ശ്രീനിവാസ് സാറില്ലേ സിംഗർ, ആൾക്ക് ഞാൻ ഇതുപോലെ ആളുടെ ഒരു പാട്ട് ഇതുപോലെ പാടിയിട്ട് ജസ്റ്റ് പേഴ്സണലി അയച്ചു കൊടുത്തു. ആള് ഇതുപോലെ നല്ലതാന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ട് മെസ്സേജ് അങ്ങനെ ഇട്ടിട്ടുണ്ട്, പേഴ്സണലി അയച്ചു. അങ്ങനെ എല്ലാരും ശ്രദ്ധിക്കേണ്ടത് നല്ല ശബ്ദമുണ്ട്, അനുഗ്രഹിച്ച് കിട്ടിയ ശബ്ദമാണ്, അതൊക്കെ ഉപയോഗിക്കണം എന്തായാലും. കാരണം എനിക്കൊക്കെ ഇതുപോലെ പറഞ്ഞു തരാനേ പറ്റുള്ളൂ, നിങ്ങള് ചെയ്യണം. കാരണം ആളുകൾക്ക് എത്തട്ടെ. ഇത് നിങ്ങളുടെ ഒരു പ്രോഫിറ്റ് അല്ല, കേൾക്കുന്നത് ഞങ്ങൾക്കാണ് അതിന്റെ പ്രോഫിറ്റ്. കാരണം നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഈ ശബ്ദവും ഈ ഗാനവും ഒക്കെ ഇപ്പൊ ദാസേട്ടനൊക്കെ നമുക്ക് പാടുന്നോണ്ടല്ലേ നമുക്ക് ഇതൊക്കെ ആസ്വദിക്കാം. അതുപോലെ എന്തായാലും കേറി വരണം. ജന്മസിദ്ധമായിട്ട് കിട്ടിയേക്കുന്ന നല്ലൊരു ശബ്ദമാണ് ഉപയോഗിക്കുക. ഈ നന്ദഗോവിന്ദൻ ഭജൻസ് ഒക്കെ അതിന്റെ എല്ലാം പാട്ട് കാണാറുണ്ടോ? ഇങ്ങനെ റീലൊക്കെ കാണാറുണ്ട്. ഓക്കെ, അവരൊക്കെ ഇതുപോലത്തെ കലാകാരന്മാരൊക്കെ ഇതുപോലെ ഗസ്റ്റ് ആയിട്ടൊക്കെ വിളിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ കൂടെ ഒക്കെ പാടാൻ പറ്റട്ടെ, വലിയ വലിയ സ്റ്റേജുകളൊക്കെ ഒരുപാട് അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പൊ നമ്മുടെ ഇന്റർവ്യൂ കാണുന്ന എല്ലാവരോടും കൂടി പറയാണ്, ഇവരെ സപ്പോർട്ട് ചെയ്യണം, ഇവര് കയറി വരണം. എന്തായാലും ഈ ഇരിക്കുന്ന ആളെ നമ്മള് മലയാളികൾ എല്ലാവരും ജീവിതത്തിൽ മറക്കില്ല. അതേപോലെ ഉയരത്തിലേക്ക് എത്താൻ പോകുന്നൊരു കലാകാരനെ ഒരു നാൾ എഴുതി വെച്ചോ, കേരള മലയാളികൾ ലോകത്തെ എവിടെയാണെങ്കിലും ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് മാറും. അപ്പൊ എന്തായാലും കാണാം. അതിലും ഞാൻ പറഞ്ഞ പോലെ ഈ കഴിവുകളെല്ലാം ഉപയോഗിക്കുക, പകുതിക്ക് വെച്ച് നിർത്തിയേക്കുന്ന എല്ലാ കഴിവും നല്ല രീതിയിൽ ഉപയോഗിക്കുക. എല്ലാവരും നല്ല രീതിയിൽ കലാപരമായിട്ടും അല്ലാതെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. നമ്മൾ വിളിച്ചപ്പോ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ജാങ്കോ സ്പേസിന്റെ ഈ ഫ്ലോറിൽ വന്നേക്കുന്ന ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഉണ്ടായാല് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടും പോയ മുങ്ങുകാരാണ്. ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. ചെറിയ ഒറ്റ റീലിലാണ് നമ്മളിത് ഇങ്ങനെ ഒരു ഇത് നിങ്ങൾ വിളിച്ചത്, അപ്പൊ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ എന്താ പറയാ, അറിയിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വിളിച്ചത് കേട്ടോ. ശരി ശരി, താങ്ക് യു. അപ്പൊ എന്തായാലും കാണാം. ഓക്കെ, എല്ലാവരോടും ബൈ ബൈ. ബൈ ബൈ. താങ്ക് യു. താങ്ക് യു.